ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകും നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ HTML ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, സോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ നമ്മളോട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി ഒന്നും വർക്ക് ആവുന്നില്ല. നമുക്ക് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ ഓപ്പറേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്നത്, പക്ഷേ കറൻ്റ്ലി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതിനെന്താ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട് നമ്മുടെ കയ്യിൽ. ഈ നമ്പർ എടുക്കാനും ഓപ്പറേറ്റർ ഇപ്പോൾ കാൽക്കുലേറ്റർ പോലെ പ്ലസ് മൈനസ് ഒക്കെ ചെയ്യാണ്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് നമ്മൾ എഴുതുന്നുണ്ട്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ ഈ vendor.js മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലെന്ന്. അപ്പോൾ ഞാനിവിടെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോണ്. സോ അതിൻ്റെ പേര് ഞാൻ കൊടുക്കാൻ പോകുന്നത് app.js എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ app.js എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാൽക്കുലേറ്ററിൻ്റെ ഈ കോഡ് നമ്മൾ എഴുതുന്നത് ഈ app.jsലാണ് എഴുതുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു അലർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഈ ദിസ് ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ ഇതൊരു സ്ട്രിങ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്ത കണ്ടൻറ്റ് സ്ക്രീനിൽ ഒരു പോപ്പപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അലർട്ട് യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി. ഓക്കെ, സോ ഞാനിത് ബ്രൗസറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ല, ആ ബോക്സ് വരുന്നില്ല. സോ ഓക്കെ, സോ അലർട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഒരു ബോക്സ് പോലെ വരേണ്ടതാണത്. അത് വന്നിട്ടില്ല. നമ്മൾ റീലോഡ് ചെയ്തു, സേവ് ചെയ്തു, റീലോഡ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. സോ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് ഫയൽ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഇതിൽ തന്നെ എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, നമുക്കത് പറയേണ്ട ആവശ്യമുണ്ട്. ബ്രൗസറിൻ്റെ അടുത്ത് നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, നമ്മൾ ബ്രൗസറിൻ്റെ അടുത്ത് പറയണം, എന്നാലേ അത് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിന് രണ്ട് വേ ഉണ്ട് ബേസിക്കലി അത് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ ഇതെടുത്ത് മാറ്റണം. ഇവിടെ ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം. കമൻ്റ് ഔട്ട് ഇതിന് ഡബിൾ സ്ലാഷിൽ ചെയ്താൽ മതി, അപ്പോൾ ഇത് റണ്ണാവില്ല, കോഡ് റണ്ണാവില്ല. ഓക്കെ, സോ ഞാൻ index.js പോയിട്ട് ഇവിടെ നമ്മൾ ഹെഡ് സെക്ഷന് മുമ്പായിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗ് എഴുതാം. ഓക്കെ, എന്നിട്ട് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ അലർട്ട് ദിസ് ഈസ് ഡൺ ചുമ്മാ ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ബ്രൗസറിൽ പോയി ഒന്ന് റീലോഡ് ചെയ്തുക, വരുന്നില്ല. ഓക്കെ, സോ ഞാൻ കൊടുത്ത ഫയൽ തെറ്റായിരുന്നു. സോ ഇപ്പോൾ കണ്ടോ, ദിസ് ഈസ് ഡൺ എന്ന് നമ്മൾ കൊടുത്ത പേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് വന്നിട്ടുണ്ട്, ദിസ് ഈസ് ഡൺ എന്നും പറഞ്ഞിട്ട്. സോ ഇതൊരു വേ ആണ് ഇത് ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതുന്ന സ്ക്രിപ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഈ സ്ക്രിപ്റ്റ് ഫയലിൽ കുറേ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കണ്ടമാനം ലൈൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 100 ലൈനൊക്കെ വരികയാണെങ്കിൽ സ്ക്രിപ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ HTML-ഒപ്പം സ്ക്രിപ്റ്റും കൂടിയും കയറി ആകെ ചളയായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇതിനെ ഒരു സെപ്പറേറ്റ് ഫയലാക്കി വിളിക്കും. ഞാൻ സ്ക്രിപ്റ്റ് മാറ്റാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഇരുന്നോട്ടെ, ഈ ഉള്ളിലെഴുതി ജാവാസ്ക്രിപ്റ്റ് ഞാൻ മാറ്റിയിട്ട് ഒരു പുതിയ ആട്രിബ്യൂട്ട് കൊടുക്കും, SRC എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് ഞാൻ ആ പാത്ത് മെൻഷൻ ചെയ്യും. എൻ്റെന്ന് പറഞ്ഞാൽ അസെറ്റ്സിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ്സിൻ്റെ ഉള്ളിൽ app.js റൺ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഈ അലർട്ട് ദിസ് ഈസ് വർക്കിംഗ് എന്നുള്ളത് നമ്മൾ
എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ദിസ് ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനത് ബ്രൗസറിലൊന്ന് റീലോഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇത് വന്നു. ഇതാണ് അലർട്ട് ബോക്സ്. ഇങ്ങനെയാണ് അലർട്ട് ബോക്സ് വരിക. എന്നിട്ട് നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് ഇതിങ്ങനെ കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ ഇത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പേജ് ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അലർട്ടാണ് വന്നത്, പേജ് ലോഡായിട്ടില്ല. പക്ഷേ ആദ്യം അലർട്ട് ബോക്സ് വന്നു. എന്നിട്ട് ഞാൻ ഈ ഓക്കെ അടിച്ചാൽ മാത്രമേ എൻ്റെ പേജ് ലോഡ് ആവുന്നുള്ളൂ. സോ എനിക്ക് ആദ്യം എൻ്റെ പേജ് ലോഡ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഴുതിയ കോഡിൽ പോയിട്ട് ഇവിടെ സ്ക്രിപ്റ്റ് ടാബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഓക്കെ, ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയുടെ മുമ്പത്തെ സെക്ഷനിൽ പോയിട്ട് ഞാനവിടെ പേസ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ പറയുന്നു എല്ലാം ബോഡി എല്ലാം ലോഡായ ശേഷം സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് സോ ഇവിടെ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്തു, ബോഡിക്ക് മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു ഇനി നമ്മൾ പേജ് ലോഡായ ശേഷം മാത്രമേ ഈ അലർട്ട് കാണിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. സോ ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേജ് ലോഡായിട്ടുണ്ട്. പേജ് ലോഡായ ശേഷം മാത്രമേ നമുക്ക് ഇപ്പോൾ അലർട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇതൊരു ബേസിക് സെറ്റപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് vendor.js ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് vendor.js ഉണ്ട് ഇവിടെ. സോ അതും നമുക്ക് ലോഡ് ചെയ്യണം. സോ അതും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. പക്ഷേ ഞാൻ ഈ vendor.js ഈ app.jsന് മുമ്പാണ് ഞാൻ ലോഡ് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ vendor.jsഉം ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സ്ക്രിപ്റ്റ് നമ്മൾ HTMLക്ക് ഇട്ടിട്ട് സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ HTML അടുത്ത് ഉള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഇനിയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇവിടെ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.